ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയാണ്. ക്ലീനിങ്ങും പിന്നെ ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞായറാഴ്ച പള്ളിയിൽ പോയപ്പം എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ മുഴുവിപ്പിക്കാനും പറ്റിയില്ല, പിന്നെ വീഡിയോ 2 ദിവസമായിട്ട് ഇടാനും പറ്റിയില്ല കേട്ടോ. ഓരോരോ തിരക്കുകളായിരുന്നേ. ഞായറാഴ്ച ഭയങ്കര മഴയായിരുന്നു, ഇടിയും വെട്ടിയും നല്ല മഴയായിരുന്നു കേട്ടോ. 2-3 മണിക്കൂർ നല്ല മഴയായിരുന്നു. ഇത് ഇന്നലെ എടുത്ത വീഡിയോയാ. ചേട്ടായും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ചപ്പാത്തിയും മീൻ കറിയുണ്ട്. ഉച്ചക്കത്തേക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട്. ഇത് വാളമീനാണ് കേട്ടോ. അന്ന് ഫിഷിംഗ് പാർക്കിൽ പോയിട്ട് മീൻ പിടിച്ച വീഡിയോ ഒക്കെ ഞാൻ ഇട്ടില്ലായിരുന്നോ, ആ മീനിൻ്റെ ബാക്കി കേട്ടോ. അത് ഞാൻ കുറേശ്ശെയായിട്ട് കറി വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു, ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ആയി. ഇനിയിപ്പം അടുക്കളയിലെ കുറച്ച് ക്ലീനിങ് ഒക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അടുക്കളയിലെ ക്ലീനിങ് ഒക്കെ എനിക്ക് എളുപ്പമൊന്ന് കഴിയും കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല. ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് സിങ്കും പിന്നെ കൗണ്ടർ ടോപ്പും ടൈലും എല്ലാം ഒന്ന് തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി. പിന്നെ പാത്രം കഴുകുന്ന ബ്രഷൊക്കെ ഞാൻ ചൂടുവെള്ളത്തിലും ഇട്ട് വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലിക്കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി ഉണക്കിയിട്ട് അതിനകത്തേക്ക് ചായപ്പൊടിയും പിന്നെ ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ ഇട്ട് വെച്ചു. ഇതൊക്കെ നമ്മൾ കൈയോടെ ചെയ്യുവാണെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് തേച്ച് കഴുകലും ഉണക്കലും പൊടികൾ ഇടലും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ തീരുന്ന സാധനങ്ങൾ അത് അന്നേരം തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി അതിനകത്ത് പൊടികളൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ പിന്നൊരു വലിയ പണിയായിട്ടുണ്ടാവത്തില്ല. ഇവിടെ സ്ഥിരമായിട്ട് മേടിക്കുന്ന ചായപ്പൊടി കേട്ടോ ഇത്. ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് സ്ഥിരമായിട്ട് തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. രാത്രി അടുക്കള ക്ലീൻ ആക്കി ഇടുവാണെങ്കിൽ രാവിലെ ഒത്തിരി പണികളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ സിങ്കും പിന്നെ കൗണ്ടർ ടോപ്പും ഒക്കെ ഓയിലൊക്കെ എണ്ണയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകി വിടുക കേട്ടോ ചെയ്യുന്നത്. അതുപോലെ പാത്രത്തിലും എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകുക ചെയ്യുന്നത്. ആഴ്ചയിലൊന്ന് ഞാൻ ഈ പാത്രത്തിൻ്റെ അടിവശമൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കും. അങ്ങനെ പാത്രമൊക്കെ അടുക്കി പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ മിക്സി നമ്മൾ കറിക്ക് അരച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ കൈയോടെ അങ്ങ് തുടയ്ക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരുപാട് അഴുക്കായിട്ട് വൃത്തികേടായിട്ട് ഈ ചെറിയ ഈച്ചയുണ്ടല്ലോ, അതൊക്കെ പറ്റി പിടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. തുടയ്ക്കാതെ ഇട്ടേക്കുവാണെങ്കിൽ അതങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. നമ്മൾ കറിക്ക് അരയ്ക്കുമ്പം മിക്സിയിൽ എന്തെങ്കിലും വീഴുവോ പറ്റി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അന്നേരം തുടയ്ക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് പാചകമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന കൂടെ മിക്സിയും കൂടെ തുടച്ച് വൃത്തിയാക്കാം. പിന്നെ ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് കൈ കിട്ടുന്നതെല്ലാം കൊണ്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അടുക്കളയിലാണല്ലോ മിക്കവാറും എല്ലായിടത്തും ഫ്രിഡ്ജ് വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഓരോന്നെല്ലാം അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ പോലെയല്ലേ. വടുകപ്പുളി നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെക്കുവാണ്. ഈ നാരങ്ങ 10 മിനിറ്റ് കൂടുതൽ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണ്ട. ഇതിൻ്റെ കറ ഇറങ്ങിയിട്ട് ആ കറയിൽ ഈ നാരങ്ങ കിടക്കുമ്പോൾ പിന്നെയും കയ്പ്പ് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് 10 മിനിറ്റ് ആകുമ്പം നാരങ്ങ എടുക്കണേ. എന്നിട്ട് പിന്നെ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നാരങ്ങ ഞാൻ കഴുകി തുടച്ചൊക്കെ എടുത്തു. അരിഞ്ഞുകൊണ്ടിരിക്കുക. 1/4 ഭാഗമേ അരിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഉപ്പ് തിരുമ്മി വെക്കണം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ അരിയുന്നതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഉപ്പും കൂടെ തിരുമ്മി വെക്കണം. ഇത്രയും അരിഞ്ഞല്ലോ, അപ്പോൾ ഇതിന് ഉപ്പ് ഒന്ന് തിരുമ്മിയിട്ട് വെക്കുക. ഇനി ബാക്കി അരിയുമ്പം ഈ ഉപ്പിനകത്തിട്ടിട്ട് പിന്നെ ഒന്നുകൂടെയും തിരുമ്മി വെക്കുക. അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. പിന്നെ ഇതുപോലെ കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ. ഒരു കുരു പോലും പെടാൻ പാടില്ല. കുരു ഫുള്ളെടുത്ത് കളയണം. കുരു ഭയങ്കര കയ്പ്പായിരിക്കും. പിന്നെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. തൊലിയൊന്നും കളയാതെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാനിപ്പം വെള്ളയ്ക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. വെള്ളയ്ക്ക് അച്ചാറിടുമ്പം നാരങ്ങ നന്നായിട്ട് വിളഞ്ഞ് പഴുത്തത് എടുക്കുവാണെങ്കിൽ കയ്പ്പില്ലാതിരിക്കത്തുള്ളൂ. വാടി പഴുത്തതൊക്കെ ആണെങ്കിലും കയ്പ്പുണ്ടാവുമേ. നമ്മൾ കറി വെക്കാനും പിന്നെ ചുമന്ന നിറത്തിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാറായിട്ട് വെക്കുമ്പോഴും നമ്മൾ വെല്ലം ചേർക്കുമ്പം ചെറിയ കയ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. വെല്ലം ചേർക്കുമ്പം അതങ്ങ് റെഡിയായി വരും. പക്ഷേ ഈ വെള്ള അച്ചാറിടുമ്പം നമ്മൾ വെല്ലം ഒന്നും ചേർക്കാതെ അച്ചാറിടുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വിളഞ്ഞ് നന്നായിട്ട് പഴുത്തതായിരിക്കണം, എന്നാലേ കയ്പില്ലാതെ വെള്ള അച്ചാർ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ഒഴിക്കുവാണേ. അച്ചാർ പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് അച്ചാറാണെങ്കിലും നല്ലെണ്ണ ഒഴിച്ച് അച്ചാറിടുന്ന കേട്ടോ ഏറ്റവും നല്ലത്. കടുക് ഇടുവാണേ. ഒരുപാട് വേണ്ട, ഒരു ചെറിയൊരു നുള്ളു ഉലുവ.
ഇനി ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാന്താരി മുളക് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഇത് ഇടുന്ന പാടെ അടച്ചും വെക്കണം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏത് അച്ചാറായാലും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇടുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. വെള്ളം ഒക്കെ പോയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്ന് പിന്നെ പൊടികൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടെല്ലാം മൊരിഞ്ഞ് വരണം. എന്നാലേ അച്ചാർ കേടാവാതെയും പതഞ്ഞ് പൊങ്ങാതെയൊക്കെ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി വേണമെങ്കിൽ ഇടാം. ഞാനിപ്പം മഞ്ഞൾ പൊടി ഇടുന്നില്ല. ഇനിയിപ്പം ആ നാരങ്ങ ഇട്ടിട്ട് വിനാഗിരി ഒഴിച്ച് മിക്സാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിക്കണം. നാരങ്ങ ഉപ്പ് തിരുമ്മി വെച്ചതായതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ടി വരത്തില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഉലുവ പൊടിയാണേലും ചേർത്താൽ മതി. ഞാനിപ്പോൾ മുഴുവനോടെ ചേർത്തിട്ടുണ്ടല്ലോ. അങ്ങനല്ലാതെ പൊടിയാണേലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നാരങ്ങ വേവിക്കണ്ട, തീ ഓഫാക്കി കഴിഞ്ഞിട്ടാണ് നാരങ്ങ ചേർത്തത്. ഇനിയിപ്പോൾ ഇത് ഒരാഴ്ച എടുത്തു വെക്കും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപയോഗിക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.